ഹലോ, ഇന്ന് ഒരു സിമ്പിൾ ബീഫ് റോസ്റ്റാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ബീഫ്. അത് കുക്കറിലോട്ട് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫിലോട്ട് 2 വലിയ ഉള്ളി, 2 തക്കാളി, 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്. എരിവിനെ നമുക്ക് ഇഷ്ടമുള്ള മാതിരി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ ഞാൻ ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ് ഞാൻ പെട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് 4 കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് വടിച്ചെടുത്ത് ചേർക്കണം കേട്ടോ ഇതിലേക്ക്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല പൗഡർ, പിന്നെ നമ്മളുടെ മല്ലിപ്പൊടി. ഇത്രയും ഞാൻ കുരുമുളക് പൊടി നമ്മൾ ചേർക്കട്ടോ ബീഫിൽ. പക്ഷേ ഞാൻ ഇപ്പോഴല്ല ചേർക്കുന്നത്. ബീഫൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നല്ല കൈകൊണ്ട് നല്ല നിരടി ബീഫിന് മസാല ഒക്കെ ഒന്ന് നല്ല നിരടി കൈകൊണ്ട് മിക്സാക്കുക കേട്ടോ. നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കിയാൽ എനിക്കത്ര പറ്റില്ല, പിടിക്കാത്ത പോലെ കേട്ടോ ഫീൽ ചെയ്യാറ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ മിക്സാക്കുമ്പോൾ കൈകൊണ്ടാണ് കേട്ടോ മിക്സാക്കി കൊടുക്കാറ്. അപ്പം നമ്മൾ നല്ല കൈയൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്കിതുപോലെ നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇറച്ചിൻ്റെ എല്ലാ ഭാഗത്തും മസാലയും ഉള്ളിയും പേസ്റ്റൊക്കെ എത്തുന്ന രീതിയിൽ നല്ലൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കരുത് കേട്ടോ. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം മതി നമുക്ക് ഇത് റെഡിയാക്കാനുള്ള ഇത്. അപ്പോൾ ഇത് ഈ കുക്കറൊക്കെ അടച്ച് വെച്ച് ഒരു 5-6 വിസിലടുപ്പിക്കുക. അതിന് ശേഷം ഞാനിതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീഫ്, ഇറച്ചി, മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം വെളിച്ചെണ്ണ ഇപ്പം നല്ല ഡിമാൻഡാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഇതിൽ ഉണ്ടാക്കുക. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. എന്നിട്ട് ഇറച്ചിയിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇറച്ചിയിൽ തന്നെ ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറ്റുന്നത് വരെ നമ്മളൊന്ന് നല്ല വരട്ടിയെടുക്കുക. അതായത് നല്ലൊന്ന് വരട്ടി ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് സെറ്റാവുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കുക. പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. പക്ഷേ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. പിന്നെന്താ പിന്നെ ഇപ്പോൾ ഇതാ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സ്റ്റേജിലാണ് ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം വേണമെങ്കിൽ നമുക്കൊരു 5-6 പച്ചമുളകും കൂടി കീറിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ ബീഫ് അത്യാവശ്യം എരിവുണ്ട്. അപ്പം അത് കാരണം ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. അതിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടോ നമ്മൾ ഇറച്ചിയിൽ അത്യാവശ്യമൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം നല്ല വറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറ്റി നല്ല ബീഫൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലും നമുക്ക് വരട്ടിയെടുക്കാം. കുറച്ചും കൂടി സിമ്മിലിട്ടിട്ട് നമ്മളൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തൂക്കി ഒന്നും കൂടി ഇങ്ങനെ വറ്റിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് പൊരിച്ച പോലെ എടുക്കാം. എനിക്കിപ്പം ഈ ഒരു സ്റ്റേജിൽ മതി. അപ്പം ഞാനിപ്പോൾ തീയൊക്കെ ഓഫാക്കണ ഒരു തുള്ളി വെളിച്ചെണ്ണ മേലെ കൂടെ തൂവി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് നമ്മളെ ബീഫിന്. അപ്പോൾ അതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.